ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് ആത്തച്ചക്ക കൊണ്ട് സ്മൂത്തി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി പഴുത്ത ആത്തച്ചക്കയാണ് കേട്ടോ. അപ്പോൾ പഴുത്ത ആത്തച്ചക്കയിൽ വിറ്റാമിൻ എ, ബി, സി എന്നിവയും കാർബോഹൈഡ്രേറ്റ്, ഇരുമ്പ്, നാരുകൾ, കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഞെട്ടിയതുപോലെ വലിച്ച് ഊരിയെടുക്കാൻ പറ്റും നമുക്ക്. ഇനി ഇത് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം കേട്ടോ. പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ പൾപ്പുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഒരു ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയെടുത്താൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. വിറ്റാമിൻ സി ധാരാളം ഉള്ളതിനാൽ പ്രതിരോധശേഷി വർദ്ധിക്കും. പിന്നെ നാരുകളാണെങ്കിൽ ഇതിൽ കൂടുതലായിട്ടുണ്ട്. അതിനാൽ നമുക്ക് മലബന്ധമൊന്നും ഉണ്ടാവില്ല ഇത് ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ. അധികം മധുരമില്ലാത്തതിനാൽ ഷുഗർ രോഗികൾക്കായാലും കൊച്ചു കുട്ടികൾക്കായാലും ഇത് ദിവസവും കഴിക്കാം കേട്ടോ. ഇപ്പോൾ ആത്തച്ചക്ക ഉണ്ടാവണ സീസണാണ്. ഞങ്ങളുടെ പറമ്പിൽ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പഴുത്ത് തിന്നും. ഇടയ്ക്ക് ഇതുപോലെ സ്മൂത്തി ഉണ്ടാക്കും, ഷേക്ക് പോലെയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതേപോലെ ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി എടുത്തു കഴിഞ്ഞാൽ എല്ലാം കിട്ടും കേട്ടോ. മുഴുവനായിട്ട് എടുക്കാൻ പറ്റും. ടീസ്പൂൺ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കോരി എല്ലാം എടുക്കാം കേട്ടോ. അതിൻ്റെ തൊണ്ട് മാത്രമാവും പിന്നെ നമുക്ക് കിട്ടുക. ഒക്കെ അടിയിൽ നിന്ന് നന്നായിട്ട് കോരിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ കുരുവൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് മിക്സിയിലിട്ട് കട്ടയില്ലാണ്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ വേണമെങ്കിൽ. അല്ലെങ്കിൽ കുരു കൈ കൊണ്ട് എടുത്ത് കളഞ്ഞിട്ട് എടുത്താലും മതി. ഇത് മിക്സിയിലിട്ട് അടിച്ചു കൂട്ടാ. അപ്പോൾ എന്നിട്ട് അത് എടുത്തേക്കണ്ട, നല്ല കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവാനും 1/2 ഗ്ലാസ് പാല് തിളപ്പിച്ചത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മണത്തിനും രുചിക്കും വേണ്ടിയിട്ട് 3-4 ഏലക്കായ പൊടിച്ചിട്ടതാണ് കേട്ടോ അത്. അപ്പോൾ പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് മധുരം അത്യാവശ്യത്തിന് പഞ്ചസാര വേണമെങ്കിൽ ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ കുട്ടിക്കും കൂടിയും കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കിയെടുത്തു. ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറേശ്ശെ മധുരം ഉണ്ട് അതിന്. അപ്പോൾ അങ്ങനെ കഴിക്കാം. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ പറമ്പിലൊക്കെ ആത്തച്ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പറയണം കേട്ടോ അഭിപ്രായം. ഇനി അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന സീസണൊക്കെ കഴിയും. ഇപ്പോഴാണ് അത് കൂടുതലായിട്ട് എല്ലായിടത്തും ഉണ്ടാവുക. ഭംഗിക്ക് വേണ്ടി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ടു കേട്ടോ. അപ്പോൾ ടേസ്റ്റും ഉണ്ടാവും അത് കടിച്ച് തിന്നാനായിട്ട്. അത് കാരണം കേട്ടതാ. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.